ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ടെൻസിലെ ഒന്നാമത്തെ ചോദ്യം, 50-100 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ആൻസർ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം, നിർബന്ധമായും വലത്തോട്ട് തിരിയുക എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3 സർക്കിളിൽ ബ്ലൂ കളറിലും 1 റെഡ് കളർ ട്രയാങ്കിളിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യവും ഇങ്ങനെ തന്നെ സിഗ്നൽസ് ആണ്. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മുന്നിൽ സ്കൂളുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിൽ മൊത്തം നമുക്ക് സിഗ്നൽസ് ആണ്. 4 സിഗ്നൽസ് തന്നിട്ടുണ്ട്. എ ബി സി ഡി. ഇതിൽ മുന്നിൽ സ്കൂളുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇരുദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുന്ന എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം. നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക. ആറാമത്തെ ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം, മുന്നിൽ ഇടുങ്ങിയ വഴിയുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? മുന്നിൽ ഇടുങ്ങിയ വഴി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മുന്നിൽ ഇടുങ്ങിയ വഴി. എട്ടാമത്തെ ചോദ്യം നോക്കാം. മുന്നിൽ റോഡ് വീതി കൂടുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? മുന്നിൽ റോഡ് വീതി കൂടുന്നു. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻ വരാം. ഇത് മുന്നിൽ ഇടുങ്ങിയ വഴിയുണ്ട്, ഇത് മുന്നിൽ റോഡ് വീതി കൂടുന്നു എന്നാണ്. ഓക്കെ. 9ാമത്തെ ചോദ്യം, മുന്നിൽ ഇടുങ്ങിയ പാലമുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? മുന്നിൽ ഇടുങ്ങിയ പാലം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു 3 ചിഹ്നങ്ങളും മാറിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മുന്നിൽ തെന്നുന്ന ഓർ വഴുവഴുപ്പുള്ള റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? തെന്നുന്ന അല്ലെങ്കിൽ വഴുവഴുപ്പ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 12, മുന്നിൽ ക്രോസ് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഇതിൽ ഏതാണ്? ക്രോസ് റോഡ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 12, ഇടതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഇടതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 13, വലതുവശത്തേക്ക് റോഡുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? വലതുവശത്തേക്ക് റോഡുണ്ട്. വലതുവശത്തേക്ക് റോഡുള്ളത് ഓപ്ഷൻ ബി ആണ്. 14, മുന്നിൽ പ്രധാന പാതയുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? മുന്നിൽ പ്രധാന പാതയുണ്ട്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 15, റൗണ്ട് അബൌട്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? റൗണ്ട് അബൌട്ട്. അപ്പോൾ ഇത് റൗണ്ടിലും തന്നിട്ടുണ്ട്, ത്രികോണത്തിലും തന്നിട്ടുണ്ട്. അപ്പോൾ ത്രികോണത്തിലുള്ളതാണ് റൈറ്റ് ആൻസർ. 16, ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അനുസരിച്ച് റോഡിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പാലങ്ങൾ, ഫെറി സൗകര്യങ്ങൾ, റോഡ് ഡിവൈഡറുകൾ, സ്വകാര്യ റോഡുകൾ. ഇതിൽ ഓപ്ഷൻസ് എ ബി സി ഡി ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി 1, 2, 3 മാത്രമാണ് ശരി. സ്വകാര്യ റോഡുകൾ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നില്ല. ഫെറി, പാലം, റോഡ് ഡിവൈഡറുകൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. റോഡിൻ്റെ നിർവചനം അനുസരിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻസ്: അണ്ടർപാസ്, ടോൾ പ്ലാസ എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ആക്സിലറേഷൻ ലെയിൻ, മീഡിയൻ സ്ട്രിപ്പ് എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. പാലങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. തെറ്റായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
ഓപ്ഷൻ സി ആണ്. എൻട്രൻസ്, എക്സിറ്റ് റാമ്പ്, സ്വകാര്യ റോഡ് എന്നിവ റോഡിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 18 മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻ 2017 അനുസരിച്ച് പാർക്കിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: യാത്രക്കാരെ കയറ്റാൻ താൽക്കാലികമായി വാഹനം നിർത്തുന്നതിനെ പാർക്കിംഗ് എന്ന് പറയും. റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നതിനെ പാർക്കിംഗ് എന്ന് പറയും. 1 നിമിഷത്തേക്ക് വാഹനം നിർത്തുന്നതിനെ പാർക്കിംഗ് എന്ന് പറയും. റോഡിൽ 5 മിനിറ്റിലധികം വാഹനം നിർത്തുന്നതിനെ പാർക്കിംഗ് എന്ന് പറയും. അപ്പോൾ പാർക്കിംഗ് എന്ന് വെച്ചാൽ റോഡിൽ 3 മിനിറ്റിലധികം വാഹനം നിർത്തുന്നതാണ് പാർക്കിംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 19 റോഡ് അപകടങ്ങൾ മൂലം ആഗോളതലത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഓരോ വർഷവും ശരാശരി എത്ര പേർ മരിച്ചതായി കണക്കാക്കുന്നു? ഏകദേശം 5 ലക്ഷം, ഏകദേശം 1.2 ദശലക്ഷം, ഏകദേശം 2.2 ദശലക്ഷം, ഏകദേശം 3.2 ദശലക്ഷം. ആൻസർ ഓപ്ഷൻ ബി 1.2 ദശലക്ഷം. ഈ ലെവലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 നിർവചനം അനുസരിച്ച് റൈഡർ എന്നാൽ ആരാണ്? ഓപ്ഷൻസ്: ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ബി, ഡ്രൈവർ ഉൾപ്പെടെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. സി, കൂലിക്കോ പ്രതിഫലനത്തിനോ വാഹനത്തിന് ഡ്രൈവർ അല്ലാതെ മോട്ടോർ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന വ്യക്തികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ഡി, എല്ലാം ശരി ഉത്തരമാണ്. അപ്പോൾ റൈഡർ എന്നാൽ ആരാണ്? ഡ്രൈവർക്ക് പുറമെ മോട്ടോർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ലെവലിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.